വെൽക്കം ടു സബ്ദാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ കോഴിക്കറിയാണ്. 1 കിലോ ഇറച്ചി എടുക്കുക. കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതെല്ലാമാണ്: 1 മൂടി തേങ്ങ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച സാധനങ്ങളും എല്ലാം ചെറുതായി അരിയുക. അതിനുശേഷം കുരുമുളക്, ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ആദ്യം നമ്മൾ പാൻ ഗ്യാസിലേക്ക് വെക്കുക. അതിനുശേഷം പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായാൽ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം എന്നീ തുടങ്ങിയ സാധനങ്ങളെല്ലാം അതിലേക്ക് ചേർക്കുക. അതിനുശേഷം അതിലേക്ക് കുരുമുളകും ചേർക്കുക. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ ഒരു ബൗളിൽ മാറ്റി വെച്ച തേങ്ങ അതിലേക്ക് ചേർക്കുക. നന്നായി ചൂടാവുന്നവരെ അത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അവസാനം അത് ബ്രൗൺ കളർ വരുന്നവരെ ഇതേപോലെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിലേക്ക് മുളക് പൊടി 1 സ്പൂൺ, അതേപോലെ മല്ലിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, പിന്നെ അതേപോലെ തന്നെ കാശ്മീർ മുളക് പൊടി തന്നെ വേണം, അത് 1/2 സ്പൂൺ. ഈ മസാലകളെല്ലാം നന്നായി സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കുക. എന്നിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റുക. 1 കിലോ ചിക്കൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഉപ്പിടുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. പാൻ ചൂടായതിനു ശേഷം നിങ്ങൾക്ക് എത്രയാണ് എണ്ണ ആവശ്യം അത്രയും ഒഴിക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വലിയുള്ളിയും ചെറിയുള്ളിയും കൂടി അതിലേക്ക് ഇടുക. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ബ്രൗൺ കളർ ആവുന്നൊന്നുമില്ല. മാക്സിമം എത്ര ഇളക്കാൻ പറ്റും അത്രയും അതുപോലെ ഇളക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളക് ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തക്കാളി ചെറുതായി അരിഞ്ഞതും അതിലേക്ക് ചേർക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇടുക. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അവസാനത്ത് അരച്ചതിന് ശേഷമാണ് ഇടുക. പിന്നെ ഇത് അല്പസമയം മൂടി വയ്ക്കുക. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ചേർക്കുക. ഇനിയും നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർക്കുന്നു. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം അടച്ചു വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അടച്ചു വയ്ക്കുക. വീണ്ടും ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിത്താഴിയും ഇതിലേക്ക് ചേർക്കുക. കറി ഇവിടെ തയ്യാറായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കരുത്.